നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കോഫി ഷോപ്പ് തുടങ്ങുന്നതിന് സച്ചേട്ടൻ കുറച്ച് പണം കൊടുത്ത് സഹായിക്കാന്ന് പറഞ്ഞതാ. പക്ഷേ ധനുഷ് അത് വേണ്ടാന്ന് പറഞ്ഞു. സ്വന്തം അധ്വാനം കൊണ്ട് പണം ഉണ്ടാക്കണമെന്നായിരിക്കും ധനുഷിന്റെ ആഗ്രഹം. അവൻ നമ്മൾ വിചാരിച്ചത്ര കുഴപ്പക്കാരനല്ല അല്ലേ? എന്ത് ജോലി ചെയ്ത് ജീവിക്കുന്നതിലും എനിക്കൊരു നാണക്കേടുമില്ല. ജോലി ചെയ്യാനുള്ള മനസ്സുണ്ടായാൽ മാത്രം മതി. വേണമെങ്കിൽ കോഫി ഷോപ്പിൽ ഞാനും വരാം. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. നീയും കൂടി എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഐ എം വെരി ഹാപ്പി. അതൊരു ഡബിൾ എനർജിയാ. എന്തായാലും പ്രോജക്റ്റ് ഒന്ന് ഫൈനൽ ആവട്ടെ, എന്നിട്ട് ബാക്കി തീരുമാനിക്കാം. എന്തായാലും ഞാൻ ഈ കാര്യം അർച്ചനടുത്തിടന്ന് പറയട്ടെ. ഇപ്പൊ തന്നെ പറയണോ? വേണം. ഞാൻ ഇപ്പൊ വരാം. അപ്പോ ധനുഷ് നന്നാവാൻ തീരുമാനിച്ചു അല്ലേ? ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ ഇത് ഫ്രണ്ടാണ് ചെയ്യുന്നതെന്ന് ധനുഷ് പറഞ്ഞു. അവന് പണം വല്ലതും വേണോ ചോദിക്കേ. എന്റെ കുറച്ച് പേഴ്സണൽ ഡെപ്പോസിറ്റ് ഉണ്ട്, ആവശ്യമുണ്ടെങ്കിൽ അതെടുക്കാം. അതൊന്നും വേണ്ട ഏട്ടാ. എന്റെ കയ്യിലുള്ള സ്വർണം എടുക്കാന്ന് പറഞ്ഞിട്ട് പോലും ധനുഷ് സമ്മതിച്ചില്ല. സ്വന്തം അധ്വാനം കൊണ്ട് ബിസിനസ് നടത്തണമെന്നാ ധനുഷിന്റെ ആഗ്രഹം. സ്നേഹയുടെ സ്വർണം എടുക്കാൻ തയ്യാറാവാത്ത ധനുഷ് പിന്നെ സച്ചേട്ടൻ പണം കൊടുത്താ വാങ്ങൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ തരുന്ന പണമായിട്ട് നീ അവനോട് പറയണ്ട. നിന്റെ പേരിൽ ഡെപ്പോസിറ്റ് കിടന്ന പണമാണെന്ന് പറഞ്ഞാൽ മതി. എന്തായാലും നീ അവനോടൊന്ന് ചോദിക്കേ. ചോദിക്കാം, പക്ഷേ ധനുഷയുടെ തീരുമാനം എടുത്താ പിന്നെ അതിന്ന് മാറില്ല. എന്നാ പിന്നെ ഞാൻ പോട്ടെ എടുത്തി. അപ്പച്ചി പോയിട്ട് വരാം കേട്ടോ. പാവം, അവൾക്ക് നല്ല സങ്കടമുണ്ട്. സങ്കടമില്ലാത്ത ആർക്കാ? അവളുടെ കല്യാണം ഇങ്ങനെ നടത്താനാണോ നമ്മൾ ആഗ്രഹിച്ചത്? അവളുടെ ഇഷ്ടത്തിന് അവൾ കല്യാണം കഴിച്ചു. പക്ഷേ അതുണ്ടാക്കിയ മുറിവുകള് അത്ര പെട്ടെന്നൊന്നും ഉണങ്ങില്ല. ഞാൻ അവളോട് ക്ഷമിച്ചു. അവർ രണ്ടുപേരും കൂടി നല്ല സ്നേഹത്തിലും ഒത്തൊരുമയോടുകൂടിയാണ് ജീവിക്കുന്നതെന്ന് അവര് നമ്മുടെ മുമ്പിൽ തെളിയിക്കണം. എന്നാലേ എല്ലാരും വിശ്വസിക്കൂ. അതിന് സമയമെടുക്കും. അതൊരിങ്ങനെ പോട്ടെ. എനിക്ക് അവളോട് ഒരു പിണക്കവുമില്ല. പക്ഷേ നന്ദേട്ടന് സന്ദീപം അങ്ങനല്ല. പ്രേമിക്കുന്ന കാലത്ത് എല്ലാവരും ഇങ്ങനെയാ സച്ചേട്ടാ. എന്ത് റിസ്ക്കും എടുക്കും. എങ്ങോട്ട് വേണമെങ്കിലും ഓടിപ്പോവും. നഷ്ടപ്പെടുന്നത് എന്തൊക്കെയാണെന്ന് ആ നേരത്തെ ആലോചിക്കുക പോലുമില്ല. ഇവിടെ ഇപ്പോ അച്ഛന്റെ നിർബന്ധം കൊണ്ട് അവരെ തിരിച്ചു കയറ്റി. അത് സ്നേഹയുടെ ഭാഗ്യമെന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഈ പ്രേമെന്ന് പറയുന്നത് വല്ലാത്തൊരു സംഭവം തന്നെ അല്ലേ? സത്യം. അവര് രണ്ടുപേരും വിവാഹത്തിന് മുൻപേ പ്രണയം തുടങ്ങി. നമ്മളാണെങ്കിൽ നമ്മുടെ വിവാഹത്തിന് ശേഷവും. അർച്ചന, എനിക്ക് തന്നോടൊപ്പം ഒരുപാട് വർഷം ഇങ്ങനെ പ്രണയിച്ച് ജീവിക്കണം. ഇവളെ കൂടാതെ നമുക്ക് ഇനിയും കുഞ്ഞുങ്ങളുണ്ടാവും. എല്ലാരും നമുക്ക് നല്ല രീതിയിൽ വളർത്തണം. എല്ലാത്തിനും താൻ എന്റെ കൂടെ എന്നും ഇതുപോലുണ്ടാവണം. ഞാൻ എന്നും എന്റെ സച്ചേട്ടന്റെ കൂടെ തന്നെ ഉണ്ടാവും, എന്റെ മരണം വരെ. ഇനി വേണം നമ്മുടെ ജീവിതം ഒന്ന് മെച്ചപ്പെടുത്തിയെടുക്കാൻ. ഈ മെച്ചപ്പെടുത്തിയെടുക്കാന്ന് പറയുമ്പോ എന്താ ഉദ്ദേശിക്കുന്നത്? ആദ്യം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അതൊന്ന് പച്ചപിടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണം. സ്വന്തമായിട്ടൊരു വീട്.
നമുക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടുകള് അതെല്ലാം ഉണ്ടാക്കണം. നെല്ലിശ്ശേരിയിലെ പെൺകുട്ടിയെ കൊണ്ടുപോയി കഷ്ടപ്പെടുത്തിയെന്ന് ആരും പറയരുതല്ലോ. അതൊക്കെ കൊള്ളാം. പക്ഷേ ആദ്യമായിട്ട് നമ്മുടെ ലൈഫിൽ നടക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്ത്? ഒന്ന് ആലോചിച്ച് നോക്ക്. അതെന്താ? എന്നാലും ആലോചിച്ചിട്ടൊന്നും കിട്ടുന്നില്ലല്ലോ. താൻ എന്താ ഉദ്ദേശിച്ചത്? നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഇത്രയായിട്ടും അല്ല, എല്ലാരും നമ്മൾ പല വിധത്തിൽ പറ്റിച്ചു. പക്ഷേ സത്യത്തിൽ നമ്മുടെ ശാന്തി മുഹൂർത്തം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ചിരിക്കണ്ട, ഓർമ്മയുണ്ടായാ മതി. ഓ, ഓർമ്മയുണ്ട്. പക്ഷേ തനിക്ക് തന്ന വാക്ക് ഞാൻ പാലിച്ചു. എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് സന്തോഷത്തോടു കൂടി ഈ വീടിനകത്ത് കയറിയിട്ട് എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി മതിയെന്നല്ലേ നമ്മൾ തീരുമാനിച്ചത്? പക്ഷേ നമ്മളിപ്പോ ഇതിനകത്ത് കയറിയല്ലോ. എന്താണ് തന്റെ ഉദ്ദേശം? വാക്ക് തെറ്റിക്കണമെന്നാണോ? തെറ്റിക്കാൻ സമയമാവട്ടെ. അതോ ഇപ്പൊ തന്നെ തെറ്റിക്കണോ? പോടുന്നു. അച്ഛാ, എന്താ ധനുഷിന്റെ ഭാവി പരിപാടി? സ്നേഹ അതേക്കുറിച്ച് മോളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏതോ സുഹൃത്തുമായിട്ട് ചേർന്ന് ഒരു കോഫി ഷോപ്പ് തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ടെന്ന് സ്നേഹ പറഞ്ഞു. അവന് പണത്തിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മോളെ? കോഫി ഷോപ്പ് തുടങ്ങുന്നതിന് സച്ചേട്ടൻ കുറച്ച് പണം കൊടുത്ത് സഹായിക്കാന്ന് പറഞ്ഞതാ. പക്ഷേ ധനുഷ് വേണ്ടാന്ന് പറഞ്ഞു. സ്വന്തം അധ്വാനം കൊണ്ട് പണം ഉണ്ടാക്കണമെന്നായിരിക്കും ധനുഷിന്റെ ആഗ്രഹം. അവൻ നമ്മൾ വിചാരിച്ചത്ര കുഴപ്പക്കാരനല്ല അല്ലേ? അല്ല. അവര് തമ്മിൽ എങ്ങനെ? നല്ല സ്നേഹത്തിലാണോ? ഇതുവരെയുള്ള എന്റെ നോട്ടത്തില് അവര് തമ്മിൽ നല്ല സ്നേഹത്തിലാ. അച്ഛന്റെ മകൾക്ക് സങ്കടപ്പെടേണ്ടി വരില്ല. ഉറപ്പാണോ? അങ്ങനെ ചോദിച്ചാ ആരുടെ ജീവിതത്തിന് ഒരുറപ്പ് പറയാൻ കഴിയാ? നമ്മൾ സന്തോഷകരമെന്ന് കരുതുന്ന പല ജീവിതങ്ങളും അടുത്തറിയുമ്പോ പൊട്ടിത്തെറിയുടെ വക്കില. പലരും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോവുക. മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, സമൂഹത്തിലെ അന്തസ്സ് നഷ്ടപ്പെടാതിരിക്കാൻ, അങ്ങനെ പലതിനും വേണ്ടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.